അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സ്റ്റെപ്പിൽ ഈ ഒരു വൈറ്റ് ക്ലിയർ ചെയ്തു, ഈ ഒരു റോ ക്ലിയർ ചെയ്തു, ഇവിടെ യെല്ലോൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാക്കി, ഒരു ക്രോസ് സൈൻ ഉണ്ടാക്കി. നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഈ കോർണേഴ്സ് അതിൻ്റെതായ കളേഴ്സ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കളേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു സൈഡിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് റെഡാണ്, ഇത് ബ്ലൂ ആണ്. പക്ഷേ ഈ കോർണർ പീസിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ, റെഡ്, ഗ്രീൻ ആണ്. പക്ഷേ ഇവിടെ ബ്ലൂ വരണം. ആ ഒരു രീതിയിൽ ഇവിടുത്തെ ബ്ലൂ ആയ കാരണം ഈ ബ്ലൂവും റെഡും, ഇത് യെല്ലോ റെഡായ കാരണം റെഡ്, ബ്ലൂ, യെല്ലോ അങ്ങനെയുള്ള ഒരു സൈഡ് പീസാക്കി മാറ്റുക. ഇവിടെ എന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇവിടെ ഓറഞ്ചാണ്, ഈ ഓറഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ബ്ലൂ ആണ്, ബ്ലൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് യെല്ലോ ആണ്, യെല്ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിലുള്ള ഈ പീസ് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഗ്രീനും ഓറഞ്ചും യെല്ലോയും കൂടിയിട്ടുള്ള ഒരു പീസാക്കണം. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ റെഡായ കാരണം റെഡും ഗ്രീനും യെല്ലോയും കൂടിയിട്ടുള്ള ഒരു പീസാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഓറഞ്ചാണ്, ഈ ഒരു പൊസിഷനിൽ ഇവിടെ യെല്ലോ ആണ്. അപ്പോൾ യെല്ലോയും ബ്ലൂവും ഓറഞ്ചും ഇതുമ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇതിവിടെ വൈറ്റ്, ഇവിടെ യെല്ലോ. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക, ഇത് മുകളിലേക്കാക്കാം. ഇത് ആദ്യം തിരിച്ചെന്നെ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് വൈറ്റ് ഇങ്ങോട്ടാക്കാം, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ആക്കാം. ഇതിങ്ങനെ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തത് ശരിയായില്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഗ്രീനാണ്, ഇവിടെ ഓറഞ്ചാണ്. ഇവിടെ ഗ്രീനും ഓറഞ്ചും യെല്ലോയും ഈ ഒരു പീസ് തന്നെയാണ് ഈ ഒരു പൊസിഷനിലുള്ളത്. കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്. അത് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മളത് കറക്റ്റ് ആക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ യെല്ലോ ആണ്. ഇവിടെ ഓറഞ്ചും വന്നിട്ടുണ്ട്, ബ്ലൂവും വന്നിട്ടുണ്ട്, യെല്ലോയും വന്നിട്ടുണ്ട്. ഇവിടെ റെഡാണ്, ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ യെല്ലോ ആണ്. ഈ 3 കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ. ഇവിടെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.